ഉസ്താദ് പ്രസംഗത്തിൽ നേരത്തെ ഉദ്ധരിച്ചൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിഴൽ കണ്ടു എന്ന് പറഞ്ഞുവല്ലോ. അപ്പോൾ നബി തങ്ങൾക്ക് നിഴൽ ഉണ്ടാവാറില്ല എന്ന് പറയുന്നതിന്റെ അർത്ഥമെന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിഴൽ കണ്ടു എന്ന് നേരത്തെ ഞാൻ മുസ്നദിൽ ഹദീസ് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നിഴൽ ഉണ്ടാകാറില്ല എന്ന് സാധാരണ പറഞ്ഞു കേൾക്കാറുണ്ടല്ലോ. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ എതിരാവുകയില്ലേ എന്നാണ് ചോദ്യത്തിന്റെ ആകത്തുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നിഴൽ ഉണ്ടാകാറില്ല എന്ന് പറയുന്നതും ഇവിടെ നിഴൽ കണ്ടു എന്ന് പറയുന്നതും തമ്മിൽ എതിരില്ല. എന്തുകൊണ്ട്? നിഴലുണ്ടാകാറില്ല എന്ന് പറഞ്ഞത് ഒരു സമയത്തും ഒരിക്കലും ഒരു നിലക്കും നിഴലില്ല എന്നല്ല. നിഴൽ ഉണ്ടാകാറുണ്ട് എന്ന് പറഞ്ഞത് എപ്പോഴും എവിടെയും എങ്ങനെയും നിഴലുണ്ടാകാറുണ്ട് എന്നുമല്ല. ഞാൻ പറഞ്ഞു മനസ്സിലാക്കാം. എപ്പോഴും എവിടെയും എങ്ങനെയും നിഴലുണ്ടാകാറുണ്ട് എന്നല്ല, ഉണ്ട് എന്ന് പറഞ്ഞതിനർത്ഥം ആ സമയത്ത് അപ്പോൾ നിഴൽ കണ്ടിട്ടുണ്ട്. അതേ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ചിലപ്പോൾ നിഴൽ കാണാറില്ല. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ അതിനെ സംബന്ധിച്ച് പറഞ്ഞു. എന്താ പറഞ്ഞത്? സൂര്യന്റെയും ചന്ദ്രന്റെയും വെളിച്ചത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോകുമ്പോൾ കാന ലാ യഖഉ അലൽ അർളി, അതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തണല് കാന ലാ യഖഉ അലൽ അർളി, അത് ഭൂമിയിൽ പതിക്കാറില്ല. അതെന്തുകൊണ്ടാ? അതിന് കാരണം പറയുന്നുണ്ട്. എന്താണ് അതിന്റെ കാരണം? അത് ചിലപ്പോൾ മുസ്ലിമും അമുസ്ലിമും ഒക്കെ ചവിട്ടിപ്പോവും. നബി സല്ലല്ലാഹുവിന്റെ തണല് അത് ചിലപ്പോൾ മുസ്ലിമും അമുസ്ലിമും ഒക്കെ ചവിട്ടിപ്പോവും. അതുപോലെ തന്നെ ചിലപ്പോൾ മോശമായ സ്ഥലത്തായിപ്പോവും. അതുകൊണ്ട് നബി സല്ലല്ലാഹു നിങ്ങൾക്ക് അല്ലാഹു കൊടുത്തൊരു മുഅ്ജിസത്താണ്. അവിടുന്ന് ശംസിന്റെയും ഖമറിന്റെയും കീഴിൽ നടന്നു പോകുമ്പോൾ ആ സമയത്ത് തണൽ ഉണ്ടാകാറില്ല എന്നല്ലാതെ നബി സല്ലല്ലാഹു നിങ്ങൾക്ക് ഒരു നിലക്കും ഒരിക്കലും ഒരു സ്ഥലത്തും ഒരു നിഴലും ഉണ്ടാകാറില്ല എന്നല്ല ആ പറഞ്ഞതിന്റെ അർത്ഥം. അത് ഈ തഫ്സീറുൻ നസഫി, ആ തഫ്സീറുൻ നസഫിയുടെ 321 പേജ് നോക്കിയാൽ അത് കാണാവുന്നതാണ്. അല്ലാഹു അസമക മിൻ വുഖൂഇ ദുബാബി അലാ ജിൽദിക, ഓ നബിയെ തങ്ങളുടെ തോലിന്റെ മേൽ ഈച്ച വീഴുന്നത് അല്ലാഹു തങ്ങളെ കാത്തിനുണ്ട്. എന്നഹു യഖഉ അല നജാസാതി ഫയതലതഖു ബിഹാ, കാരണം ഈച്ച ചിലപ്പോൾ നജസിലും പോയിരിക്കും, അതിനെ തങ്ങളുടെ ശരീരത്തിൽ വന്നിരിക്കണ്ട. ഫലമ്മ അസമക അല്ലാഹു മിൻ ദാലികൽ ഖദരി മിനൽ ഖദരി ഫകൈഫ ലാ യസ്മുക അൻ സുഹബതി മൻ തകൂന മുതലതഖൻ ബിസ്ലിം ഫി ഹാദിഹിൽ ഫാഹിഷ. വഖാല ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്നല്ലാഹ മാ ഔഖഅ ളില്ലക അലൽ അർളി, ഭൂമിയിൽ തങ്ങളുടെ നിഴൽ അല്ലാഹു അവശേഷിപ്പിച്ചിട്ടില്ല. തങ്ങളുടെ നിഴലിന്റെ മേൽ ജനം കാലുവെക്കണ്ട എന്ന് മനസ്സിലാക്കിയിട്ട് ഫലമാലം തങ്ങളുടെ ഒരു നിഴല് പോലും മറ്റൊരാൾ ചവിട്ടിപ്പോകാത്ത വിധം അല്ലാഹു സംരക്ഷിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എങ്ങനെയാണ് നബിയെ തങ്ങളുടെ ഭാര്യയെ മറ്റൊരാൾ സ്പർശിക്കുന്ന അവസ്ഥ ഉണ്ടാവുക? അതിന് മുനാഫിഖുകൾ പറഞ്ഞു ഒരിക്കലും ശരിയല്ല. അപ്പൊ സഹോദരന്മാർ മനസ്സിലാക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നിഴലുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞാൽ ആ നിഴൽ മറ്റൊരാൾ ചവിട്ടിപ്പോകാൻ കാരണമാകുന്ന വിധത്തിൽ ഇല്ല എന്നാണ്. നേരത്തെ പറഞ്ഞ സ്ഥലത്ത് വേറെ ആൾ ചവിട്ടിപ്പോകുന്ന പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ചിലപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിഴൽ കാണാറും ഉണ്ട്. അത് തമ്മിൽ എതിരി ഇല്ല. രണ്ടും പറഞ്ഞത് തമ്മിൽ എതിരി ഇല്ല. ഷെഹറെ മുബാറക്കിനെ വിമർശിക്കുന്ന മറുഭാഗത്ത് ഒരാൾ ഷെഹർ മുബാറക്കിന് നിഴൽ ഉണ്ടാവാറില്ല എന്നൊരു കിതാബിലെ ഇബാറത്ത് ഉദ്ധരിച്ചു പറഞ്ഞുവല്ലോ. ഇതിനെപ്പറ്റി ഉസ്താദിന്റെ അഭിപ്രായം അറിഞ്ഞാൽ കൊള്ളാം. അങ്ങനെ പറഞ്ഞതൊന്ന് കേട്ടാൽ നമ്മള് ഈ നിഴലിനെ വെടിവെക്കണ്ടല്ലോ. അപ്പൊ അതൊന്ന് കേട്ടാൽ. കഴിഞ്ഞ ദിവസം കാന്തപുരം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു, ഈ പ്രവാചകരുടെ മുടിയാണോ എന്ന് പരീക്ഷണം നടത്തി ഉറപ്പുവരുത്തുന്നത് ശരിയല്ല, അത് ഹീനമായ നിലപാടാണ്, അത് വാസ്തവവിരുദ്ധമാണ്. കാരണം ഇസ്ലാമിക ചരിത്ര ഗ്രന്ഥങ്ങളിൽ അതിൽ കുറിച്ചിട്ടുണ്ട്. ഏറ്റവും ആധികാരിക ഗ്രന്ഥമായ സീറത്തുൽ ഹലബിയ 3-ാം വാല്യം 381 പേജ് ഉദ്ധരണി കൊടുത്തിട്ടുണ്ട്. പ്രവാചകരുടെ മുടിക്ക് നിഴലുണ്ടാകില്ല, പ്രവാചകരുടെ മുടിയിൽ ഈച്ച പോലുള്ള പ്രാണികൾ ഇരിക്കില്ല, പ്രവാചകരുടെ മുടി കത്തൂല. ഇത് 3 പ്രകടമായ ലക്ഷണങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അങ്ങനെ ആ കിതാബിൽ പറഞ്ഞിട്ടേ ഇല്ല. ആ അർത്ഥം വരുന്ന ഇബാറത്ത് ആ കിതാബിൽ ഇല്ലേ ഇല്ല. അത് പച്ചക്കള്ളം പറഞ്ഞതാണ്. ആ കിതാബിൽ പറഞ്ഞത് എന്താണ്? ഞാൻ വായിച്ചു കേൾപ്പിക്കാം. നബി സല്ലല്ലാഹു നിങ്ങൾ ചന്ദ്രന്റെയോ സൂര്യന്റെയോ
ചുവടെ നടന്നു പോകുമ്പോൾ നബിതങ്ങൾക്ക് നിഴലുണ്ടാകാറില്ല. നബിതങ്ങൾ നൂറായിരുന്നു. അല്ലാതെ നബി സല്ലല്ലാഹുവിന്റെ സഅർ മുബാറക്കിന് നിഴലുണ്ടായിരുന്നില്ല എന്ന് ആ കിതാബിൽ പറഞ്ഞിട്ടേ ഇല്ല. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടി കത്തിച്ചാൽ കത്തൂല, അങ്ങനെ ആ കിതാബിൽ പറഞ്ഞിട്ടില്ല. അതിൽ പറഞ്ഞത് തീയിൽ നബിതങ്ങളുടെ ഒരു മുടി വീണാൽ കരിയൂല. തീയിലിട്ടാ കരിയൂല എന്നല്ല, എറിഞ്ഞാ കരിയൂല എന്നല്ല, കത്തിച്ചാ കരിയൂല എന്നല്ല, വീണാൽ കരിയൂല. അതേതുപോലെ ഹദീസിൽ നിങ്ങൾക്ക് കാണാം ലൗ കുതിബൽ ഖുർആൻ ഫീ ഇഹാബിൻ ثم القي في النار ما احترق. അതൊരു ഹദീസാണ്. ഖുർആൻ ഒരു തോലിൽ എഴുതിയിട്ട് തീയിൽ ഇടപെട്ടാൽ മഹ്തറഖ, അത് കരിയൂല. എന്നാ പിന്നെ ഒരാൾ പറയാണ് ഇത് ഖുർആനാണോ എന്നൊന്ന് പരിശോധിക്കാം. ഒരു തോൽ എഴുതിയിട്ട് നമ്മളും തീയിലിട്ട് വെക്കുക. കരിയുന്നില്ലെങ്കിൽ ഖുർആനാണ്, കരിയുന്നുണ്ടേ ഖുർആനല്ല. ഇങ്ങനെ ഒരു പരിശോധന നടത്താൻ പറ്റുമോ? പറ്റൂല. അതേ സമയത്ത് നമുക്കറിയാം ഒരു ബഹുമാനമാണത്, ഖുർആനിന്റെ ഒരു ബഹുമാനമാണ്, ഒരു മഹത്വമാണത്. എന്ത്? തോലിൽ എഴുതിയിട്ട് തീയിലിട്ടാൽ കരിയാത്ത വിധം മഹത്വമുണ്ട്. അതുകൊണ്ട് തന്നെ അത് സൂക്ഷിച്ച് ജീവിക്കുന്നവർ നരകത്തിൽ കടക്കൂല എന്നാണ് ആ ഹദീസിന്റെ ഉദ്ദേശം. അപ്പോൾ അത് ആ ഹദീസ് കണ്ടിട്ട് നാളെ തന്നെ ഖുർആൻ എഴുതി തോലിൽ എഴുതിയിട്ട് തീയിലിട്ടാ കരിയൂല എന്ന് ഹദീസിലുണ്ട്, അതുകൊണ്ട് ഞാൻ വെല്ലുവിളിക്കുന്നു ഖുർആൻ തീയിലിടട്ടെ എന്ന് പറഞ്ഞിട്ടൊരു മത്സരത്തിന് മനുഷ്യൻ പോയിട്ട് ഖുർആനെ അവഹേളിക്കരുത്, ഖുർആനിനെ നിന്ദിക്കരുത്, ഇസ്ലാമിന്റെ വിശ്വാസം തകർക്കരുത്. അതിനർത്ഥം അത്രയും മഹത്വം ഖുർആനിനുണ്ട് എന്നാണ്.